വൈവസ്തവ നഗരം. മേഘങ്ങളിൽ നിന്നും രക്തമഴ പൊഴിയുന്ന, ദാഹജലം തേടിയാൽ എങ്ങും തിളച്ച് ആവി പറക്കുന്ന ജലം മാത്രം ലഭിക്കുന്ന ഭീകര നഗരം. ഈ നഗരം സ്ഥിതി ചെയ്യുന്നത് ഭൂമിയിലല്ല. ഭൂമിയിൽ നിന്നും ആകാശമാർഗം 86,000 കാതം ദൂരം സഞ്ചരിച്ചാൽ ഈ നഗരം നിങ്ങളുടെ മിഴികൾക്ക് ദൃശ്യമാകും. അവിടെ ചെന്നാൽ കാതുകൾക്ക് കേൾക്കുവാൻ സാധിക്കുന്നത് അലറിയുള്ള കരച്ചിലുകൾ മാത്രമായിരിക്കും. ആ നഗരത്തിന് ചുറ്റിലും കിങ്കര സേനകൾ. എല്ലാത്തിനും നടുവിലായി അതിഭയാനകമായ സിംഹാസനത്തിൽ ഇരിക്കുന്ന ഒരു രൂപത്തെയും അവിടെ കാണുവാൻ സാധിക്കും. ഭൂമിയിൽ പിറന്ന എല്ലാ ജീവനുകളും അവസാനം ചെന്നെത്തുന്നത് ഇവിടെ തന്നെയാണ്. ഒരു വ്യത്യാസം മാത്രം, ജീവൻ ശരീരം ഉപേക്ഷിച്ച സമയമായിരിക്കും നിങ്ങൾക്ക് അവിടെ ചെല്ലുവാൻ സാധിക്കുക. ഈ വൈവസ്തവത്തെ പൊതുവായി പറയുന്ന പേരാണ് നരകം. അവിടെ സിംഹാസനത്തിൽ അമർന്നിരിക്കുന്നത് മറ്റാരുമല്ല, യമധർമ്മൻ. മനുഷ്യൻ ഭൂമിയിൽ ചെയ്യുന്ന എല്ലാ ദുഷ്കർമ്മങ്ങൾക്കും നരകത്തിൽ കണക്ക് പറയേണ്ടി വരും എന്ന് പൊതുവായി എല്ലാവരും പറഞ്ഞു കേൾക്കുന്ന ഒന്നാണ്. അങ്ങനെയെങ്കിൽ എന്ത് തെറ്റ് ചെയ്താൽ എന്ത് വിധത്തിലുള്ള ശിക്ഷ ലഭിക്കും? അതിനെപ്പറ്റി ഹൈന്ദവ പുരാണങ്ങളിൽ വിവരിക്കുന്നുണ്ട്. ഈ വിഷയത്തെപ്പറ്റി മുഴുവനായും പറയുന്ന പുരാണമാണ് ഗരുഡ പുരാണം. ഒരു നാൾ മഹാവിഷ്ണു ഭഗവാൻ ഗരുഡന്റെ പുറത്തേറി സഞ്ചരിക്കുകയായിരുന്നു. അപ്പോൾ ഗരുഡൻ ചോദിച്ചു, ഭഗവാനെ, ഈ ഭൂമിയിൽ മനുഷ്യൻ പിറക്കുന്നു, എന്തൊക്കെയോ ചെയ്യുന്നു, മരിക്കുന്നു. അവൻ ജീവിച്ചിരുന്ന സമയത്ത് ചെയ്തു കൂട്ടുന്ന കർമ്മങ്ങൾക്കനുസരിച്ച് സ്വർഗജീവിതവും നരകജീവിതവും ലഭിക്കും. നരകത്തിൽ നിന്നും ലഭിക്കുന്ന കൊടൂരമായ ശിക്ഷ അനുഭവിക്കാതെ സ്വർഗത്തിൽ എത്തിച്ചേരുവാൻ മനുഷ്യൻ എന്താണ് ചെയ്യേണ്ടത്? ഇത് കേട്ട ഭഗവാന്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിടർന്നു. ഭഗവാൻ ഗരുഡനോട് സംസാരിക്കുവാൻ തുടങ്ങി. അങ്ങനെ ഭഗവാൻ ഗരുഡനോട് പറഞ്ഞു കൊടുത്ത കാര്യങ്ങളാണ് ഗരുഡ പുരാണത്തിൽ വിവരിച്ചിരിക്കുന്നത്. കഥ അങ്ങനെ ആരംഭിക്കുന്നു.